ഇപ്പോൾ CPIMൻ്റെ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടി സമ്മേളനങ്ങളുടെയൊക്കെ കുറച്ച് മുൻപാണ് പോളിറ്റ് ബ്യൂറോ തലവനായിട്ടുള്ള സീതാറാം യെച്ചൂരിയുടെ ഒരു നിര്യാണം ഉണ്ടായത്. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു CPIM കടന്നു പോകുന്നു, അല്ലെങ്കിൽ CPIMൻ്റെ ചരിത്രത്തിലൂടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒരു റിബൽ എന്നല്ലെങ്കിൽ ഒരു വിവിധ നയങ്ങൾക്കെതിരെയൊക്കെ കൃത്യമായി പ്രതികരിച്ചിരുന്ന ഒരു പാർട്ടി, അങ്ങനെയൊക്കെ ഒരു സ്ഥാനം അതിനും ഉണ്ടായിരുന്നു ഈ വോട്ടുകളുടെ എണ്ണത്തിനേക്കാൾ ഉപരി. സാർ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വളർച്ചയെയും ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത്? അല്ല, ഒരു സമയത്ത് CPM എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അതായത് EMSൻ്റെ ആ സമയം വരെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ വളരെ നിർണായകമായ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എക്കോണമി സോഷ്യോളജി അതിനെ പ്രതിദാനം ചെയ്തിരുന്നു. ഏത് പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യൻ അധികാരത്തിൽ വരുവാണെങ്കിൽ തന്നെയും ഈ പാർട്ടിയുടെ ചില അവരുടെ നയങ്ങളും പരിപാടികളും ഒക്കെ പലതും ഭരിക്കുന്ന പാർട്ടികൾ ഇവരോടൊക്കെ ഡിസ്കസ് ചെയ്താണ് പല നയങ്ങളും തയ്യാറായിക്കൊണ്ടിരുന്നത്. അതിന് കാരണമുണ്ട്. EMSൻ്റെ ആ സമയം വരെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു സുവർണ്ണ കാലഘട്ടം. കാരണം അവിടം വരെ സുവർണകാലം ഒന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. കാരണം കേരളവും ബംഗാളും ത്രിപുരയും ഉണ്ടെങ്കിൽ എങ്ങനെ സുവർണകാലമാകുന്നത്. പക്ഷെ അതിനൊരു കേന്ദ്രത്തിൽ ഡൽഹിയിലാണെങ്കിലും ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി ആര് ഭരിച്ചാലും, ഇപ്പോൾ വാജ്പേയി ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ആര് ഭരിച്ചാൽ തന്നെ അവർക്കൊരു സേ ഉണ്ട്. കാരണം അവർ സോഷ്യലിസ്റ്റ് എക്കോണമി ആണെങ്കിൽ സോഷ്യോളജി ആണെങ്കിലും, പിന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ അതൊക്കെ ഇവരുടെ ആയിരുന്നു. കാരണം നമ്മൾ INTUC എന്ന് പറയുമ്പോൾ തന്നെ സ്ട്രീറ്റിൽ ഇറങ്ങി വന്ന് സമരം ചെയ്യാനും പ്രക്ഷോഭം നയിക്കാനും കേപ്പബിലിറ്റി ഉണ്ടായിരുന്ന പല സിറ്റികൾ സ്തംഭിപ്പിക്കാൻ ഇവരെ കൊണ്ട് പറ്റുമായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ ഹർകിഷൻ സിംഗ് സുർജിത്ത് വന്ന ശേഷം ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് ബേസിക്കലി ഈ ജ്യോതി ബാസുവിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയുള്ള ഒരു അവസരം രൂപപ്പെട്ട് വന്നത്. അപ്പം ഇവിടുത്തെ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നുകൊണ്ടിരുന്ന CPMൻ്റെ ഹർകിഷൻ സിംഗ് സുർജിത്ത് അനുകൂലമായിരുന്നു എന്നാണ് ഞാൻ അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അവർ തള്ളിക്കളഞ്ഞു, അവർക്ക് ആകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മറ്റുള്ള അതായത് ദേവഗൗഡ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന CPI അതിൻ്റെ പാർട്ടായിട്ട് ഇന്ദ്രജിത് ഗുപ്ത ആഭ്യന്തരത്തിൽ വരുന്നത്. പക്ഷെ അതോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. എന്ന് ഹർകിഷൻ സിംഗ് സുർജിത്ത് അധികാരത്തിൽ, അതായത് ഈ CPMൻ്റെ നാഷണൽ പോളിറ്റ് ബ്യൂറോ കാരണം സെക്രട്ടറി ആയ സമയത്ത് അയാളായിരുന്നു ഒരു ചാണക്യൻ, മറ്റുള്ളവരെ കൊണ്ടുപോകാനും. പിന്നെ ഈ ഹർകിഷൻ സുർജിത്തിന് ഈ മൻമോഹൻ സിംഗ് അയാളുടെ ഒരു പഴയ ഫ്രണ്ടും ഒരു ബന്ധുവൊക്കെയാണ്. അടുത്ത ബന്ധു. അവർ നേരത്തെ നല്ല പരിചയക്കാർ, അവർ സംസാരിക്കുന്ന ഒന്നാമത് സിഖുകാർ. ഇവർ തമ്മിൽ അന്യോന്യം നല്ല ബന്ധവും പരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. കാരണം മൻമോഹൻ സിംഗ് ലിബറലൈസേഷൻ പോളിസിയായിട്ട് വന്ന സമയത്ത് ഈ CPMൻ്റെ ഭാഗത്തുനിന്ന് ഈ പറയുന്ന പോലെ വലിയ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടായിട്ടില്ല ആ സമയം റാവുവിൻ്റെ സമയത്ത്. കാരണം അതിൻ്റെ കാരണം ഇയാളാണെന്നാണ് പറയുന്നത്. കാരണം സുർജിത്ത് മൻമോഹൻ സിംഗിൻ്റെ കൂടായിരുന്നു എന്നും പറയുന്ന ഒരു സംഭവമുണ്ട്. കാരണം ഇവരൊക്കെ നല്ല അടുപ്പമാണ്, പഞ്ചാബികളാണ്. അപ്പോൾ ആ സമയത്ത് ഒരു പഞ്ചാബിലെ യങ്സ്റ്റേഴ്സിന് ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു CPMന് അനുകൂലമായിട്ട്. അതെ, ആ മൂവ്മെൻറ്റ് പിന്നീട് സോഷ്യലിസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെയാണ്. പിന്നീട് ആ മൂവ്മെൻറ്റ് അറിയാം. ബേസിക്കലി ഈ ഹർകിഷൻ സിംഗ് സുർജിത്തിന് ബേസ് ഇല്ലല്ലോ പഞ്ചാബിലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നീട് സീതാറാം യെച്ചൂരി വന്ന അയാൾക്ക് ബേസിൽ EMSന് മാത്രമേ ബേസ് ഉള്ളൂ കേരളത്തിൽ നിന്ന്. അപ്പോൾ പ്രകാശ് കാരാട്ടിനെ പറ്റി പറയുന്നത് ഡൽഹി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഡൽഹി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളൂ, ആന്ധ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളൂ. ഇവരൊക്കെ JNU പ്രോഡക്റ്റ് എന്നല്ലാതെ ഈ ബേസ് സാധനം എന്ന് പറയുന്ന സാധനം എവിടെയില്ലല്ലോ, ഇവർ വരുന്ന സ്റ്റേറ്റുകളിലില്ല. പിന്നെ മറ്റൊരു സംഭവം, അതിനുശേഷം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMൻ്റെ നിലപാടുകളുണ്ട് പലതിലും. അപ്പോൾ ആ നിലപാടിനകത്ത് വലിയ മാറ്റം സംഭവിച്ചു. കാരണം ഞാൻ ഒരു കാര്യം പറയാം. ഈ EMSൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്, ഇപ്പോൾ മുസ്ലിം വർഗീയതയാണെങ്കിലും ക്രിസ്ത്യൻ വർഗീയതയാണ്, ഹിന്ദു എല്ലാ വർഗീയതയും ഒറ്റ വർഗീയതയുള്ളൂ. അതിൻ്റെ അകത്ത് ന്യൂനപക്ഷ പ്രീണന വർഗീയത ഈ സംഭവമൊന്നും പുള്ളിക്കില്ലായിരുന്നു.
അപ്പം അതിനൊക്കെ ഭയങ്കരമായിട്ട് അതിൻ്റെ വെള്ളം ചേർത്ത് ഇതിനെ അങ്ങ് കുളവാക്കി. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് കാരണം ഒരു സമയത്ത് ബാക്ക്വേർഡ് ക്ലാസ്സും OBC ഇതിനെ സപ്പോർട്ട് ചെയ്തു വെച്ച് വലുതായിട്ടില്ല, ചെറിയ രീതിയിൽ പല സ്റ്റേറ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഇവർ കാസ്റ്റിംഗ് ക്ലാസ് നമ്മൾ ഇഷ്യൂ ഉണ്ട്. ഗ്ലോബലായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ക്ലാസ് ഇഷ്യൂവിനെയാണ് അഡ്രസ്സ് ചെയ്ത്. പക്ഷേ ഇവിടെ ക്ലാസ് അല്ല, ഇവിടെ കാസ്റ്റാണ്. ആ കാസ്റ്റിനെ ഇവർ ഇന്നും അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതാണ് ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ അനാട്ടമി നോക്കുകയാണെങ്കിൽ അവരുടെ ഗ്രോത്ത്. ഏറ്റവും അടികിട്ടിയ പാർട്ടി എന്ന് പറയുന്ന ഈ സംഭവം ഇത് മനസ്സിലാക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ഇവിടെ കാസ്റ്റ് ബേസ്ഡ് വാറല്ലേ നടക്കുന്നേ, കലാപമാണെങ്കിലും വലുത് പരിപാടി. പക്ഷെ അതിനെ ഇവർ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലൊക്കെ ഈ കാസ്റ്റ് ബേസ്ഡ് വലിയ ഇഷ്യൂ, അതിനകത്ത് നിന്ന് ഇവർക്ക് വലിയ റോളൊന്നുമില്ലല്ലോ. അവിടെ OBCക്ക് വേണ്ടി വേറെ പാർട്ടി, അങ്ങനെയുള്ള പാർട്ടികളുണ്ട്, പല പൊളിറ്റിക്കൽ പാർട്ടിയും അതുമായിട്ട് ബന്ധപ്പെട്ട നിലപാടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്തൊരു ആങ്കർ റോളിൽ വരേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയും എത്താതായി. പിന്നീട് ഇവരിലുണ്ടായ മാറ്റമെന്ന് പറയുന്നത് ഇവരുടെ എക്കോണമി. ഇപ്പം ലോകത്ത് എവിടെ നോക്കാൻ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഒരു എക്കോണമിയുണ്ട്. അതെ. ആ എക്കോണമിയായിട്ട് ഈ സംഭവം ഇവരിത്രയും നാൾ EMSൻ്റെ കാലത്ത് അടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം ഇവർ പൂർണ്ണമായിട്ടും ഈ കോൺഗ്രസിൻ്റെ എക്കോണമിയോട് അങ്ങ് താരതമ്യം ചെയ്തങ്ങ് പോയി. കാരണം ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും വന്നു 90കളുടെ തുടക്കം. അപ്പോൾ ഇതിനകത്തുണ്ടായത് ഇപ്പോൾ ഇന്ത്യയിലെ ഈ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന സംഭവം അതിന് പ്രസക്തി നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ബാങ്കേഴ്സ് യൂണിയൻ, ആ യൂണിയൻ, മറ്റ് ഇൻഡസ്ട്രീസ്, വലിയ യൂണിയനാണ് ഇവരുടെ ഉണ്ടായിരുന്നത്, CITU എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായി. അവർക്കൊരു ഒരു ഒരു കേരളത്തിൽ നടത്താൻ പറ്റും, ബാക്കി എവിടെയും ഒരു സിറ്റി ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. ബംഗാളിലൊക്കെ നാശമായിപ്പോയി. ബംഗാളിലൊന്നും പുറത്തിറങ്ങി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ട്രേഡ് യൂണിയൻ നേതാവെന്ന് പറഞ്ഞ് ഒരു കോപ്പും നടത്താൻ പറ്റത്തില്ല. ത്രിപുരയിൽ നശിച്ചുപോയി. കാരണം ട്രേഡ് യൂണിയൻ ഇല്ലാതായതോടുകൂടി ഇവരുടെ ബേസ് ഇല്ലാതായി, ഇതിന് പ്രസക്തി നഷ്ടപ്പെട്ടു. പിന്നീട് ഇതിൻ്റെ അകത്ത് വന്ന പല നേതാക്കൾ, യെച്ചൂരി ആണെങ്കിലും പ്രകാശ് കാരാട്ടിന് അത്ര വലിയ റോളില്ലേ, പക്ഷേ യെച്ചൂരിക്ക് വലിയ റോളുണ്ടായിരുന്നു. കോൺഗ്രസുമായിട്ട് മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഒരുമിച്ച് കൊണ്ടുവന്ന സഖ്യം. കാരണം അവർക്ക് മനസ്സിലായൊരു സംഭവമുണ്ട്. അപ്പം UPA 1 ഈ CPMനും വലിയ റോളുണ്ടായിരുന്നു. കാരണം അവരും മിനിസ്ട്രിയിലായിട്ടില്ലേ പല CPMൻ്റെ അനുഭാവികൾക്ക് പല പോസ്റ്റുകളും. മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭ പലതും പാർലമെൻറ്റിൽ പറഞ്ഞില്ലേ, മറ്റേ പട്ടേൽ, അതെ, അതിൻ്റെ പേര് പ്രഫുൽ പട്ടേൽ. കാരണം ആളെ ലോ കോൺഫറൻസ് മോഷനെ പറഞ്ഞില്ലേ, നിങ്ങളുടെ പല ആൾക്കാരെ നമ്മൾ ഒരുമിച്ച് പലയിടത്തും വെച്ചിട്ടുണ്ട്. പിന്നെ അവർ പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അവരുടെ നേതാക്കൾ ഡയറക്റ്റ് അല്ല, ഇവരുടെ അനുഭാവികളായ പലർക്കും പല പോസ്റ്റിങ് കിട്ടാൻ തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി ഇനി ഒരു കാരണവശാലും ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അപ്പോൾ പവർ പൊളിറ്റിക്സിൻ്റെ ആയതോടുകൂടി അപ്പോൾ ഇന്ത്യയുടെ എക്കോണമി ബേസ് ആയിട്ടുള്ള അതിനെ ഇവർക്ക് വിമർശിക്കാൻ പറ്റാതായി. ട്രേഡ് യൂണിയനിസം ഇന്ത്യൻ ഏകദേശം തീർന്നു പോയി. കാരണം പോളിസി വന്ന് ഇവരും അതിനെ അനുകൂലിക്കേണ്ടി വന്നു. പിന്നെ ഈ സോഷ്യലിസ്റ്റ് ഇവർ പറയുന്ന എക്കോണമി തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ മോദി കൊണ്ടുവന്ന ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർ എതിർത്താൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനെ എതിർക്കുക, പക്ഷേ BJP അതിനെ അനുകൂലിക്കും. കാരണം ഇപ്പോൾ എയർ ഇന്ത്യ ജനങ്ങളുടെ മുമ്പിൽ കാണുന്ന ഒത്തിരി സത്യമുണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഇത്ര 1000 കോടി നഷ്ടത്തിലാണ്. അതിനകത്ത് പ്രോപ്പറായിട്ട് സർവീസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇവർ എയർ ഇന്ത്യ പ്രൈവറ്റൈസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങൾക്കത് പ്രൈവറ്റൈസ് ചെയ്യണം. ഇപ്പോൾ റെയിൽവേ പലയിടത്തും പ്രൈവറ്റൈസ് ചെയ്യുക, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതായത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ ഇല്ലാതായി. അത് അവരുടെ മാത്രമല്ല, മറ്റേ ഭാരതീയ മസ്ദൂർ സംഘം, മറ്റേ BMS അതും ഇല്ലാതായി. INTUC എന്നേ ഇല്ലാതായി. ഇതിനൊക്കെ പ്രസക്തി ഇല്ലാതായി. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമാകാൻ തുടങ്ങി, അല്ലെങ്കിൽ പവർ ബ്രോക്കേഴ്സ് ആകാൻ തുടങ്ങി. എങ്ങനെ? ഇപ്പോൾ കോൺഗ്രസ്, ഇപ്പോൾ സോണിയാഗാന്ധിയുടെ മെയിൻ അഡ്വൈസറായിരുന്നു യെച്ചൂരി, എല്ലാവർക്കും അറിയാവുന്ന കാര്യം, സത്യവാദം. കാരണം അഡ്വൈസ് മാത്രമല്ല, മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി യെച്ചൂരി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഒരു അതെ പ്രധാനപ്പെട്ട സംഭവമായിരുന്നു.
അപ്പം മറ്റുള്ള ചെറിയ ചെറിയ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് കോൺഗ്രസിനെ കൊണ്ടുപോവുകയും ഇവർക്ക് പലയിടത്ത് പല പോസ്റ്റിങ്ങും പരിപാടികളും കിട്ടി പവറിൻ്റെ ഭാഗമായിട്ട് CPM എന്ന് മാറി. അന്നോടുകൂടി ഇവരുടെ തകർച്ച തുടങ്ങി. അതാണ് ബേസിക്കലി നയപരമായ കാര്യത്തിലൊക്കെ കോൺഗ്രസിന് നിഴലായി പോയി. നയപരം എന്ത് മാറ്റി ഇപ്പം കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റ് എക്കോണമി CPMൻ്റെ എക്കോണമി എന്ത് വ്യത്യാസമുണ്ട്? എവിടെയെങ്കിലും വ്യത്യാസം പറയാ. ഇപ്പം ഇവർ പല സെക്ടർ പറയുന്നത് ഗവൺമെൻറ് സെക്ടർ ഇത് പ്രൈവറ്റൈസ് ചെയ്തു. ഇത് പ്രൈവറ്റൈസ് ചെയ്ത് മോദി ഗവൺമെൻറ് പ്രൈവറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണങ്ങളല്ല, അത് പ്രൈവറ്റൈസ് ചെയ്യേണ്ട ആവശ്യം. ഇപ്പോഴും ടോയ്ലറ്റ് ഗവൺമെൻറ് കൊണ്ടുപോകണമെന്നാണ് CPMൻ്റെ നിലപാട്. അതിനിവിടുത്തെ ജനങ്ങൾ അനുകൂലിക്കുന്നില്ല. കാരണം എല്ലാ കാര്യങ്ങളും കാര്യമായിട്ടിപ്പം പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനാണ് ഗവൺമെൻറ് ഇപ്പോഴത്തെ പോളിസി. അപ്പം മോദി ചോദിച്ചൊരു സംഭവമുണ്ട്. ഇപ്പോൾ ട്രെയിൻ പ്രൈവറ്റൈസ് ചെയ്യുന്നതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം നാഷണൽ ഹൈവേ പണിതേക്കുന്ന ഗവൺമെൻറ്റിൻ്റെ റോഡ് അതിൻ്റെ തോടുന്ന പ്രൈവറ്റ് വണ്ടികളല്ലേ കൂടുതൽ. ഇപ്പം ഗവൺമെൻറ് പണിത് റെയിൽവേ അത് ഓപ്പറേഷനും പ്രൊവൈഡിങ് അത് പ്രൈവറ്റൈസ് ചെയ്യും. എയർപോർട്ട് പണിത് ഗവൺമെൻറ് പണിത് അല്ലെ പ്രൈവറ്റ് ആപ്പോ. ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ് ആ സംഭവം മുഴുവൻ. പക്ഷെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് പാർട്ടികളാണ്. അത് പ്രൊവൈഡേഴ്സ് പ്രൈവറ്റ് പാർട്ടികളാണ്. ഇവിടെ BSNL MTNL ഉണ്ട്. അപ്പം അവർക്കൊരു പരിധിയുണ്ട് ഈ സർവീസ് കൊടുക്കാൻ. പ്രൈവറ്റ് പ്ലെയേഴ്സ് വന്നു കഴിഞ്ഞപ്പോഴേ കോമ്പറ്റീഷൻ കയറി വന്നേ. അല്ലെങ്കിൽ BSNLൻ്റെ പുറകിൽ ആൾക്കാർ ഓടി. ഇപ്പോൾ ആർക്കും അത് വേണ്ടല്ലോ. കാരണം അതിനേക്കാളും സർവീസും നല്ലതാണ്. അവരുടെ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവം നല്ല ആക്യുറസി ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് ബേസിക്. അപ്പം അതോടുകൂടിയാണ് ബേസിക്കലി ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. കാരണം അതോടുകൂടി ബംഗാൾ തീർന്നു. ബംഗാൾ എന്ന് തീർന്നു അതോടുകൂടി CPMൻ്റെ അടപ്പ് തെറിച്ചു. കാരണം അവർക്ക് പിന്നെ ഈ പറയുന്ന പോലെ ഇത്ര MPമാർ നേരത്തെ ഫിക്സ്ഡ് ആയിരുന്നു. പിന്നെ ഒരാൾ പോലും വരാനില്ലാതായി. കാരണം അവിടെ മുഴുവനും മമതാ ബാനർജി കയറി ക്യാപ്ചർ ചെയ്ത് ഇപ്പം BJP കയറി വരുന്നു. ത്രിപുര ഇല്ലാതായി. ഇപ്പം കേരളം മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഒരു എത്രമാത്രം അതിൻ്റെ ഇതും വെച്ചുകൊണ്ട് ഇവർക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റും. അതുമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജിബിൻ യെച്ചൂരി എന്ന് പറയുന്ന BJPക്ക് ഇഷ്ടമായിരുന്നു. കാരണം അയാൾ പൊളിറ്റിക്കൽ ചാണക്യനാണ് പല കാര്യങ്ങൾ. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പോലും പുള്ളി മരിച്ചു അവിടെ പോയതിൻ്റെ കാരണം. ഇതുപോലെ തന്നെ അവരും സുഹൃത്തുക്കളാണ്. യെച്ചൂരിക്ക് യഥാർത്ഥത്തിൽ ഒരു റീസണബിൾ പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യനാണ്, സീസണൽ പൊളിറ്റീഷ്യനാണ്. അയാൾക്ക് എവിടെ നിൽക്കണമെന്നറിയാം. അയാൾക്കറിയാം അയാളുടെ പാർട്ടി എവിടെ ഒന്നും എത്താൻ പോകുന്നില്ല. ആ പാർട്ടിക്ക് ഓരോ ദിവസം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും മുതലാളിമാർ പൈസ അയച്ചു കൊടുക്കണം. കാരണം ഈ പോളിറ്റ് ബ്യൂറോ ഇത്രയും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് ഡൽഹിയിൽ പോയിട്ട് എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു സീനിയർ നേതാവിനോട് ചോദിച്ചു. അപ്പോൾ അവർ സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ കത്തയച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി മറ്റുള്ള കമ്മിറ്റിക്ക് കത്തയക്കുന്നു. ഈ കത്തയക്കുന്ന ജോലിക്കാണ് പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് പോയിരിക്കുന്നത്. ആകെ ഒരു സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ ബംഗാളി എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ ഒരുമിച്ച് പോയി നീ കണ്ടില്ല ബംഗാളിൽ പോയപ്പം നമ്മളെ പലയിടത്തും ഇന്ത്യയിൽ പോയി ആ പാർട്ടി തന്നെ നാശം അവരുടെ കോട്ടകളില്ലാതായി പോയില്ലയോ. ഇപ്പോൾ കേരളമാണെങ്കിൽ തന്നെ പിന്നെ ഒരു കാര്യമുണ്ട്. ഇവരുടെ അകത്ത് പല നിലപാടിൻ്റെ അകത്ത് ഇവർ കാണിച്ച ഒത്തിരി മോശമായ സംഭവമുണ്ട്. അതായത് ചില സന്ദർഭങ്ങളിലൊക്കെ ഒരു ചൈനയെ സപ്പോർട്ട് ചെയ്യാൻ പോയി. അതൊന്നും സത്യം ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ദേശീയത വലിയ പ്രശ്നമാണ്. അതിവരെ സ്മെല്ല് ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഭയങ്കര സംഭവം അത്. കാരണം എനിക്കറിയാവുന്നത് അവർക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ്. അത് കഴിഞ്ഞിട്ടുള്ള അവർക്ക് ഏത് പുല്ലുവാണെങ്കിൽ ഇവർ ചില സന്ദർഭങ്ങളിൽ ഈ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ നിലപാട് തെറ്റായിപ്പോയി. ഓക്കെ, അതോടുകൂടി ഇവർക്ക് ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് അതങ്ങ് പോയി. പക്ഷെ ഇപ്പോഴീ കഴിഞ്ഞ കുറച്ച് കാലം പ്രത്യേകിച്ച് പാലക്കാട് ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായി ഈ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ SDP പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് ആരാ ഇവരെയൊക്കെ പൊക്കിയെടുത്തോണ്ട് നടന്ന് ഈ ജമാഅത്തെ ഇസ്ലാമി SDP PFI നടത്തിക്കൊണ്ടിരുന്നതും ഈ പറയുന്ന അയാളുടെ പേരെന്താ കൊല്ലംകാരൻ മദനി ആരാണ് ഇവരെയൊക്കെ നേതാവാക്കിയത്? ഇവർ തന്നെയല്ലേ ലീഗിനെ അടിക്കാനും മുസ്ലിം വോട്ട് പ്രീണിപ്പിക്കാൻ വേണ്ടി ഇവർ ചെയ്തതാണ്. ഇന്ന് അവർ തിരിച്ചു കടിക്കുന്നു. കാരണം ഇവർ ഈ പ്രീണനമായിട്ടൊക്കെ ഒത്തിരി ആളങ്ങ് പോയി. അപ്പം അങ്ങനെയാണ് ഇതൊരു നയംമാറ്റമാണെന്ന് പറയുന്നത്. ഉറപ്പായിട്ട് ഇപ്പം അതിൻ്റെ അകത്ത് വലിയ നയംമാറ്റം ഉണ്ടായി. കാരണം ഇപ്പം ബംഗ്ലാദേശ് ഇഷ്യൂ മൈനോറിറ്റി അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നു. ഇപ്പോൾ കാരണം വലിയ നയം മാറിയില്ല എങ്കിൽ കേരളത്തിലുള്ള അവർക്ക് വോട്ട് ചെയ്യുന്ന സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന ഈഴവ കമ്മ്യൂണിറ്റി
അവർ മനസ്സിലായി തുടങ്ങി ഇത് അവനെ കളിപ്പിച്ചിട്ട് അവനെ പ്രീണിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പി ജയരാജന്റെ പുസ്തകം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഇന്ന് വരെ പറയാത്ത കേരളത്തിൽ പറയാത്ത കാര്യങ്ങളല്ലേ പി ജയരാജൻ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്. അതെ. ഇന്ന് പല ആൾക്കാർ ഇതേപോലെ നേരത്തെ മുഖ്യമന്ത്രിയാണ് ഇടയ്ക്ക് മതഭീകരന്മാരെന്ന് പറയുമായിരുന്നു. അത് കുറച്ച് കാലത്തേക്ക് നിർത്തിവെച്ചു, വീണ്ടും തുടങ്ങിയിട്ട്. അതെ. റീസൺ എന്തുവാ? ഇപ്പോഴാണ് അവർക്ക് നേരം വെളുത്തത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ കേരളത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സാധനം ഇല്ലാതായിപ്പോൾ. കാരണം പല പോക്കറ്റുകളിൽ ഈ BJP ഭയങ്കര ഗെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഈ ന്യൂനപക്ഷ പ്രീണനമാണ്. കാരണം ആൾക്കാർക്ക് മനസ്സിലാകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും പേടിയായി തുടങ്ങി. കാരണം കേരളത്തിൽ ഇനി ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് അതേപോലെ കിട്ടത്തില്ല. കാരണം അവിടെ പ്രീണിപ്പിക്കാൻ പോവുകയാണ്. കാരണം മുനമ്പൂർ ഇഷ്യൂ ആണ്, അതൊരു ഓപ്പൺ ഇഷ്യൂ ആണ്. കാരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നു, അപ്പുറത്ത് ലീഗ് വേറെന്ന് പറയുന്നു, ബഷീർ എന്ന് പറയുന്നു, KM ഷാജി എന്ന്, സമസ്ത എന്ന് പറയുന്നു, കുഞ്ഞാലിക്കുട്ടി വേറെന്ന് പറയുന്നു. എന്തുവാണ് ഈ പറയുന്നത്? ഇവിടെയാണ് ബേസിക്. അതുകൊണ്ട് പറയുന്ന ഒരാൾ തള്ളുന്നു. അതെ, അതുകൊണ്ടാണ് ബേസിക്കലി CPM മാറുന്നിരിക്കുന്നത്. ആ ഗെയിമിൻ്റെ അകത്ത് പെടുന്നേ ഇല്ല. നമ്മൾ കളിക്കില്ല. നമ്മൾ ഈ കളിക്കില്ല. നിങ്ങൾ പറയോ പറയാതിരിക്കുക എന്ത് വേണം, ഓക്കെ അവർ ഗവൺമെൻറ് ആണെന്നുള്ള രീതി ഗവൺമെൻറ് മനസ്സിലാക്കേണ്ട സംഭവം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടി തുടങ്ങുന്നത്, അത് അടി താപ്പോട്ട് പോകുന്നത് EMSന് ശേഷം. EMS അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറായിരുന്നു. കാരണം കേരളം ബേസായിരുന്നു. കേരളത്തിൽ പാർട്ടിയിൽ നിന്നും ഗ്രൗണ്ട് ചെയ്ത് കേരളത്തിൽ പാർട്ടിയുണ്ട് ഈ സംഭവമൊക്കെ ആയിട്ട്. പക്ഷെ ബാക്കി വന്ന നേതാക്കന്മാരിന്ന് എവിടെയും ആ സ്റ്റേറ്റിലാണെങ്കിലും ഡിസ്ട്രിക്റ്റിലാണെങ്കിലും ആ ലോക്കലി പോലും പാർട്ടി കേഡേഴ്സ് ഇല്ലാത്ത നേതാക്കന്മാർ, അക്കാഡമിക് ആയിട്ട് വന്ന ആൾക്കാരുണ്ട്. ആ നാഷണൽ ജനറൽ സെക്രട്ടറി, ഇവർക്ക് ഈ ഗ്രൗണ്ട് അറിയത്തില്ലല്ലോ. അപ്പോൾ ഈ യെച്ചൂരിക്ക് എന്ത് ഗ്രൗണ്ട് അറിയാം? എന്ത് ഗ്രൗണ്ടൊക്കെ യെച്ചൂരി JNU പഠിച്ച് വിദേശത്ത് പഠിച്ച് വന്നു. പ്രയാസ്കാരട്ട് JNU പഠിച്ച് വിദേശത്ത് പഠിച്ച് വന്നു. ഹർകിഷൻ സിംഗ് കുറിച്ച് പറയുന്ന പഞ്ചാബിൽ അവിടെ എന്ത് കോപ്പമുള്ളത്? ഈ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് CPMൻ്റെ അടി തുടങ്ങി അവരുടെ നയങ്ങളിലുള്ള മാറ്റം. അതായത് പൊളിറ്റിക്കൽ എക്കോണമിയെ പറ്റി അവർക്ക് നേരത്തെ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് മയപ്പെടുത്തി. പിന്നെ പാർട്ടിയുടെ അതേപോലെ ഏറ്റവും വലിയ സംഭവമായിരുന്നു ഈ ട്രേഡ് യൂണിയൻ, അത് ഇല്ലാതായിപ്പോയി. അവർക്ക് സമരം പോലും ചെയ്യാൻ പറ്റും. റിബൽ പൊളിറ്റിക്സിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള ഒരു. അപ്പോൾ എല്ലാ രാജ്യത്തും ഇതേപോലുള്ള റിബൽ പൊളിറ്റിക്സ് ഉണ്ട്. അതിനകത്ത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇല്ലാതായിപ്പോയി. കാരണം അതിന് പിന്നെ പ്രാധാന്യമില്ല. അപ്പോൾ അതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്.